ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏത് സ്കിപ്പ് ചെയ്താലും നിങ്ങൾ ഇമ്മ്യൂണോളജിയിൽ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു പോർഷനാണ് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ വേറൊരു പേരാണ് അലർജി. അലർജി എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാലോ, നമുക്ക് പലർക്കും ഡസ്റ്റിന് അലർജി ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സീ ഫുഡിന് അലർജി ഉണ്ടാക്കും. അങ്ങനെ പല ടൈപ്പ് അലർജീസ് നമുക്കറിയാം. ഓക്കെ, അപ്പം നമുക്ക് അലർജീസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറയുന്നത് അതിൻ്റെ ടൈപ്സിനെ പറ്റി നമ്മളൊരു ക്വിക്കായിട്ടുള്ളൊരു റിവ്യൂ തരും. എന്നിട്ട് ഓരോ ടൈപ്പും ബ്രീഫായിട്ട് നമ്മൾ പഠിക്കും. അതാണ് നമ്മൾ ഇന്ന് മെയിനായിട്ടും നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് അധികം താമസിക്കാണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്താണെന്ന്, നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്സ് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഡെഫിനേഷൻ വേണം, വിത്ത് പിക്ചേഴ്സ് നിങ്ങൾക്ക് മാക്സിമം എങ്ങനെയായിരുന്നാലും ആഡ് ചെയ്യുക. ആൻഡ് ഓൾവേസ് റൈറ്റ് ആൻഡ് പോയിന്റ്സ്. അപ്പം ഞാനിങ്ങനെ എഴുതുന്ന പോലെ പോയിന്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനെ നല്ലപോലെ കാണാനായിട്ട് പറ്റും. ചിലത് ഞാൻ എഴുതുന്ന ഒത്തിരി ഇങ്ങനെ ഇതുപോലെയൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഒന്നും വേണ്ട, പോയിന്റ് ആയിട്ട് എഴുതുക. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ എഴുതുമ്പോൾ ഉള്ളൊരു ഒരു തിരക്കിൽ എഴുതുന്ന കേട്ടോ. അപ്പോൾ പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് നല്ലപോലെ എക്സാമിനാണ് കിട്ടുകയും ചെയ്യും, നമുക്ക് നല്ലപോലെ പേജ് കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്താണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് ജനറലി എ പ്രൊട്ടക്റ്റീവ് പ്രോസസ് ബട്ട് ഇറ്റ് സംടൈംസ് ഇഞ്ചുറീസ് ടു ദ ഹോസ്റ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അപ്പോൾ നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി പഠിച്ചു തുടങ്ങിയാലോ. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇസ് ജനറേറ്റഡ് എ പ്രൊട്ടക്റ്റീവ് പ്രോസസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ അതിനെതിരെയായിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ നശിപ്പിച്ച് കളയും. പക്ഷേ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഓവർ ആയാലും പ്രശ്നമാണ്. അതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോയിന്റിൽ പറയുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എ കണ്ടീഷൻ ഇൻ വിച്ച് ഇമ്മ്യൂൺ റെസ്പോൺസ് റിസൾട്ട്സ് ഇൻ എക്സസീവ് റിയാക്ഷൻ. അതായത് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കണ്ടീഷനാണ്. അതെന്താണ്, ഇമ്മ്യൂൺ റെസ്പോൺസ് ഒരു എക്സസീവായിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കോച്ച് ഫിനോമിനൽ ഒരു ഗുണേപിക്സിന് ഓൾറെഡി ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ ഒരു അസുഖത്തിന് വേണ്ടി ആ അസുഖത്തിൻ്റെ തന്നെ നമ്മളൊരു പ്രോട്ടീന് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ ഭയങ്കര എക്സാജറേറ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ നൽകി. അതാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് സെയിം ആണ്. അതായത് നമ്മൾ ഇമ്മ്യൂൺ റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ എക്സസ് ആയിട്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് ടിഷ്യൂ ഡാമേജ്, ഡിസീസ് അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഡെത്ത് വരെ ഉണ്ടാക്കാം. കാരണം ഇപ്പം നമുക്ക് പലപ്പോഴും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഡെത്ത് സംഭവിക്കുന്നത്, കാരണം മരണം സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ മെയിൻ ഒരു കാരണമാണ് ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി. നമുക്ക് അറിയുന്നുണ്ടാവില്ല നമുക്ക് ഇന്നൊരു ഫുഡിന് അലർജി വന്നത്. നമ്മൾ ആദ്യം കഴിച്ചാലൊന്നും പ്രശ്നമില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡീനെ അത് ഡാമേജ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഓവറായിട്ട് അത് റിയാക്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് പിന്നീട് മരണം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, occurs in individual who have previous contact with the antigen. അതായത് ഇത് ശരിക്കും ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു അലർജി നമ്മൾ ഈ ഒരു ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ആ ഒരു അലർജി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ ബോഡിയിൽ ആ ഒരു ആൻറ്റിജൻ കയറിയിട്ടുണ്ട്. ഫസ്റ്റിൽ അത് അത്ര പുറത്ത് കാണിച്ചില്ലെങ്കിലും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിയാക്ഷൻ കാണിക്കും. The initial contact sensitizes the immune system by priming appropriate B or T lymphocyte. പ്രൈമിങ്ങോ സെൻസിറ്റൈസിങ് ഡോസ്. അതായത് നമ്മൾ ഫസ്റ്റിലെ നമുക്ക് അലർജി ഉള്ള ഒരു ആൻറ്റിജൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി കയറി കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ബി ലിംബോസൈറ്റ്സിനെയും ടി ലിംബോസൈറ്റ്സിനെയും സെൻസിറ്റൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൈമിങ് അല്ലെങ്കിൽ സെൻസിറ്റൈസിങ് ഡോസ്. അതായത് നമ്മൾ ആ ഒരു നമ്മുടെ ബോഡിയോട് പറയും ഇത് നമുക്ക് അലർജി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി സബ്സിക്വൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ടിഷ്യൂ ഡാമേജ്, അങ്ങനെ പല അപകടപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സബ്സിക്വൻറ്റ് കോൺടാക്ട് വിത്ത് സെയിം ആൻറ്റിജൻ കോസസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അതാണ് ഷോക്കിംഗ് ഡോസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അലർജി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു അലർജി ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഓക്കെ ആദ്യമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. കാരണം ഓവറായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു അലർജി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആൻറ്റിജൻ അല്ലെങ്കിൽ ഒരു ഹാപ്റ്റൻ ആയിരിക്കും. അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിജൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിജനും ആയിരിക്കും. അതാണ് ഈ ഒരു അലർജിനെ പറ്റി നമ്മൾ പറയുന്നത്. ഇനിയാണ് അലർജി.
സിനോണിം ഫോർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അതായത് സിനോണിം എന്ന് പറയുന്നത് ഒരേ അർത്ഥം വരുന്ന വാക്കുകളെയാണ് നമ്മൾ സിനോണിം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അതുപോലെ തന്നെ അലർജിയുടെ വേറൊരു പേരാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ അലർജിയുടെ അർത്ഥം വരുന്നതാണ് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് റിയാക്ടിവിറ്റി ടു ആൻ ആന്റിജൻ ബോത്ത് പ്രൊട്ടക്റ്റീവ് ആസ് വെൽ ആസ് റെസ്പോൺസ് ഇഞ്ചുറീസ്. അതായത് നമ്മളൊരു ഡസ്റ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുമ്മൽ വരും. അതെന്താണ്, നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരേ സമയം എന്താണ്, ഈ ഒരു അലർജി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുറേ ഓവറായിട്ട് അത് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി ദോഷവും ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു സെന്റൻസിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു അലർജി എന്ന് പറയുന്ന ഒരു വേർഡ് കോയിൻ ചെയ്തത്, അല്ലെങ്കിൽ ഒരു വേർഡിനെ പറ്റി ആദ്യം പറഞ്ഞത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്? വോൺ പെർക്യൂറ്റ്. VONPIRQUET. വോൺ പെർക്യൂറ്റ് എന്ന് പറയുന്നൊരു സയന്റിസ്റ്റ് ആണ് ഈ അലർജി എന്ന് പറയുന്ന ഒരു വേർഡ് കോയിൻ ചെയ്തത്. ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇമ്മീഡിയറ്റ് ഉണ്ട്, ഡിലേഡ് ഉണ്ട്. അതായത് ഫസ്റ്റ്ലി തന്നെ നമുക്ക് ആ ഒരു അലർജി ഓവറായിട്ട് എന്തെങ്കിലും ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡി കയറിയിട്ട് നമ്മളത് ഓവറായിട്ട് നമ്മുടെ ബോഡി അത് റിയാക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഇമ്മീഡിയറ്റ് എന്നും, പക്ഷെ പതിയെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതുമായിട്ട് എക്സ്പോസ് ആവുന്ന സമയത്ത് നമുക്ക് പിന്നീട് വരുന്നൊരു ഇഞ്ചുറിനെയാണ് നമ്മൾ ആ ഒരു ഡിലേഡിൽ പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ഇമ്മീഡിയറ്റ് ഉണ്ട്. ആ ഒരു വേർഡിൽ തന്നെ ഇമ്മീഡിയറ്റും ഉണ്ട്, ഡിലേഡും ഉണ്ട്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഡിലേഡ് ആൻഡ് ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ തന്നെ സബായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 മാർക്സിൽ അതിന് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണ് ഓൺസെറ്റ് ആൻഡ് ഡ്യൂറേഷൻ. നമുക്കറിയാം ഇമ്മീഡിയറ്റും ഡിലേഡും നമുക്ക് ഓൾറെഡി ആ ഒരു പേരിൽ നിന്ന് തന്നെ ഉണ്ട്. ഇമ്മീഡിയറ്റിൽ എന്താണ്, റാപ്പിഡായിട്ട് ആദ്യത്തെ ഒരു എക്സ്പോസറിൽ തന്നെ നമുക്കത് ഉണ്ടാവും. ഡിലേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു മിനിമം ഒരു 24 to 72 അവേഴ്സിനകം, അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിനകം. അതാണ്. അല്ലെങ്കിൽ കുറേ നാൾ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്തും അലർജി ഉണ്ടാവും. പിന്നെ അതിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റിൽ ആന്റിബോഡി മീഡിയേറ്റഡ് ആണ്. ആന്റിബോഡി വഴിയാണ് ആ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് പിന്നീട് അത് ഓവറായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിൽ ദോഷം ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് സെൽ മീഡിയേറ്റഡ് T ലിംഫോസൈറ്റ്സ്. ഡിലേഡിൽ ഏതാണ്, സെൽ മീഡിയേറ്റഡ് ആണ്. പിന്നെ പാസീവ് ട്രാൻസ്ഫർ പോസിബിൾ വിത്ത് സെറം. അതായത് സെറം എന്ന് പറയുന്ന ബ്ലഡ് വഴി നമുക്കത് ഫുള്ളി സ്പ്രെഡ് ആവാനായിട്ട് പറ്റും. പക്ഷെ എന്താണ്, ഈ ഒരു ഡിലേഡിൽ അങ്ങനെ പറ്റത്തില്ല. പക്ഷെ എന്താണ്, ലിംബോസൈറ്റ്സ് വഴി അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് WBC വഴി അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ബ്ലഡ് വഴി അതങ്ങനെ നമ്മുടെ ഇമ്മീഡിയറ്റ് പറ്റത്തില്ല. പിന്നെ ഡീസെൻസിറ്റൈസേഷൻ. പിന്നെന്താ, അത് ഈസിയാണ്, ഷോർട്ട് ലീവ്ഡ് ആണ്. അതായത് ഈസി ഷോർട്ട് ലീവ്ഡ് ആണ്. പക്ഷെ എന്താണ്, ഇതൊരു ഡിലേഡ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഡിഫിക്കൽട്ടും ലോങ് ലാസ്റ്റിംഗും ആണ്. അപ്പം നമുക്ക് ഓരോ ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പാണ് അനഫിലാറ്റിക്. ഇത് മെയിനായിട്ട് ഫുഡിൻ്റെ ഒക്കെ വഴിയാണ് ഈ അനഫിലാറ്റിക് വരുന്നത്. പിന്നെ ടൈപ്പ് 2 എന്ന് പറയുന്നത് സൈറ്റോടോക്സിക് എന്ന് പറയുമ്പോൾ, സൈറ്റോ എന്ന് പറയുമ്പോൾ എന്താണ്, സെല്ല് റിലേറ്റഡ് ആണ്. അപ്പോൾ സെല്ലിന് എന്തെങ്കിലും പറ്റി. പിന്നെ ഉള്ളതാണ് ഇമ്മ്യൂൺ കോംപ്ലക്സ്. പിന്നെ ഉള്ളതാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈപ്പ് ഓഫ് എന്താണ് ഈ ഒരു അലർജിയാണ് പറയുന്നത്. അഡീഷണൽ ആയിട്ടാണ് നമ്മൾ സ്റ്റിമുലേറ്ററി ടൈപ്പ്. എന്തായാലും നിങ്ങൾ ഒരു 10 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റിമുലേറ്ററി ടൈപ്പ് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എക്സാമിനറിന് അത് ഇംപ്രസ് ആവും. അപ്പോൾ നമ്മൾ ടോട്ടലി 5 തന്നെ എഴുതിക്കോളും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആണ് അനഫിലാറ്റിക്. ആന്റിബോഡി IgE ടൈപ്പ് ആർ ഫിക്സ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ടിഷ്യൂ സെൽസ്, മാസ്റ്റ് സെൽസ് ആൻഡ് ബേസോഫിൽസ് ഇൻ സെൻസിറ്റൈസ്ഡ് ഇൻഡിവിജ്വൽ. അതായത് അനഫിലാറ്റിക്കിൽ നമ്മുടെ IgE ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആന്റിബോഡി എന്താണ്, നമ്മൾ ടിഷ്യൂവിൻ്റെ സർഫസിൽ, അതുപോലെ തന്നെ മാസ്റ്റ് സെൽസ്, നമുക്കറിയാം മാസ്റ്റ് സെൽസിൽ നിന്നാണ് RBC WBC ഒക്കെ ആ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ബേസോഫിൽസ്, അതായത് WBC. ഓക്കെ, അതാണ് ഒരു ബേസോഫിൽസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഗ്രാനുലോസൈറ്റ്സ് അഗ്രാനുലോസൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു അലർജി ഉള്ള ഇൻഡിവിജ്വൽസിൽ ഈ IgE എന്ന് പറയുന്ന ആ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ആ ഒരു ടിഷ്യൂ സെൽസ് അല്ലെങ്കിൽ മാസ്റ്റ് സെൽസ് അല്ലെങ്കിൽ ബേസോഫിൽസിൽ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, അവിടെ ഞാനിങ്ങനെ സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട് ആന്റിജൻ കമ്പൈൻഡ് ഓൺ ദ സർഫസ്. അപ്പോൾ ആ ഒരു ഇതിലെന്താണ്, ഈ ഒരു ഇതിലായിരിക്കും ആ നമ്മൾ ഓൾറെഡി ആന്റിബോഡി ഫിക്സ് ചെയ്തേക്കുന്ന ആ ടിഷ്യൂലായിരിക്കും ആ ഒരു ആന്റിജൻ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ ആന്റിജൻ കമ്പൈൻസ് വിത്ത് സെൽ ഫിക്സ്ഡ് ആന്റിബോഡി ലീഡിങ് ടു റിലീസ് ഓഫ് ഫാർമക്കോളജിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ്. അതുവഴിയാണ് നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ടിഷ്യൂസിലും മാസ്റ്റ് സെൽസിലും ബേസോഫിൽസിലും ഈ IgE ആന്റിബോഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ആന്റിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ ഫാർമക്കോളജിക്കലി, അതായത്
എന്തെങ്കിലും കെമിക്കൽസ് അല്ലെങ്കിൽ ഡ്രഗ്സ് അവിടെ റിലീസ് ചെയ്ത് ഓവറായിട്ട് എന്താണ് അവിടെ റിയാക്ഷൻ നടത്തി പിന്നെ നമുക്ക് നമ്മുടെ ടിഷ്യൂസിനൊക്കെ ഡാമേജ് അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ഇനിയുള്ളതാണ് സൈറ്റോടോക്സിക്. സൈറ്റോ എന്ന് പറയുന്ന വേർഡ് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന സെല്ലാണ്. അപ്പോൾ സെല്ലിന് എന്തെങ്കിലും പറ്റും. ഓക്കെ, മീഡിയേറ്റഡ് ബൈ ആന്റിബോഡി ദാറ്റ് റിയാക്ട് വിത്ത് ആന്റിജൻ. അപ്പോൾ ഇതെന്താണ്? ആന്റിബോഡി വഴിയാണ് മീഡിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആന്റിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് സെൽ ഓർ അതർ ടിഷ്യൂ കോമ്പണൻസ് റിസൾട്ടിങ് ഇൻ എ സെൽ ഡാമേജ് ഓഫ് സെൽസ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽസ് സർഫസ് ഓഫ് സെൽസിൽ അല്ലെങ്കിൽ അതർ ടിഷ്യൂ കോമ്പണൻസിലായിരിക്കും ഈ ഒരു എന്താ പറയുന്നത് ആന്റിജൻ പ്രസന്റ് ചെയ്തേക്കുന്നത്. മറ്റതിൽ നമ്മൾ ആന്റിബോഡി ഫിക്സ് ചെയ്യുവാണെങ്കിൽ സൈറ്റോടോക്സിൽ ആന്റിജൻ ഫിക്സ് ചെയ്ത് വെക്കുമായിരിക്കും. എന്നിട്ട് ആന്റിബോഡി ഇതുവഴി റിയാക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ എന്തെങ്കിലും റിലീസ് ചെയ്ത് അതുവഴി നമുക്ക് ടിഷ്യൂ എന്തെങ്കിലും സെൽസും ഡാമേജ് ചെയ്യും. ഓക്കെ, അതാണ് സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. ഓക്കെ, അനഫ്ലാറ്റിക് പഠിച്ചു, ഇനി സൈറ്റോടോക്സിക് പഠിച്ചു. ഇനി സൈറ്റോടോക്സിക്കിന് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ഡാമേജ് സെൽസ്. സൈറ്റോടോക്സിക് എന്ന് പറയുമ്പോൾ അവിടെ സെൽ ഡാമേജ് ഉണ്ടാവും. കോമ്പിനേഷൻ വിത്ത് ആന്റിബോഡി മേ സംടൈം കോസ് സ്റ്റിമുലേഷൻ ഇൻസ്റ്റെഡ് ഓഫ് സെൽ ഡാമേജ്. അപ്പോൾ ചില സമയത്ത് ഇത് സെൽ ഡാമേജിന് പകരമായിട്ട് ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ആവും. ഓക്കെ, ലോങ് അതിൻ്റെ എക്സാമ്പിൾ ആണ് ലോങ് ആക്ടിങ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റർ ആൻഡ് ആന്റിബോഡി അഗൈൻസ്റ്റ് തൈറോയ്ഡ് സെൽസ് വിച്ച് സ്റ്റിമുലേറ്റ്സ് ദ എക്സസീവ് സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ ചില ടൈമിൽ ഡാമേജിന് പകരം ചിലതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പലതിനെ റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ ഒരു തൈറോയിഡിൽ നമ്മൾ ഈ ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് തൈറോയിഡ് ആ ഒരു ഹോർമോൺ അതിൽ എക്സസീവ് ആയിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺ അവിടെ റിലീസ് ചെയ്യും. ഓക്കെ, ഇനിയാണ് ടൈപ്പ് 3 ഇമ്മ്യൂൺ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ദ ഡാമേജ് ഈസ് കോസ്ഡ് ബൈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ്. അതായത് ഇത് രണ്ടിന്റെയും വഴി നമുക്ക് ഈ ഒരു ഇമ്മ്യൂൺ കോംപ്ലക്സ്, ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇമ്മ്യൂണിറ്റി ബേസ് ചെയ്ത്, ദിസ് കോംപ്ലക്സ് മേ ബി ഡെപ്പോസിറ്റഡ് ഇൻ ടിഷ്യൂ കോസിങ് ഇമ്മ്യൂൺ കംപ്ലീറ്റ് ഡിസോർഡേഴ്സ്. അങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് കോംപ്ലക്സ് ഡിസോർഡർ ഉണ്ടാവും. അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂസ് ഈ കോംപ്ലക്സ് ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് എന്നാണ് ഈ ഒരു ടിഷ്യൂസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതുവഴി നമുക്ക് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡിസോർഡേഴ്സ് ഉണ്ടാവും. അതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിലേഡ് ആണ്. ടൈപ്പ് 4 എന്ന് പറയുന്നത് മീഡിയേറ്റഡ് ബൈ ടി ലിംബോസൈറ്റ്സ് നോട്ട് ആന്റിബോഡി. ഇവിടെ നമ്മൾ മീഡിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിലേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവിടെ മീഡിയേറ്റ് ചെയ്യുന്നത് ടി ലിംബോസൈറ്റ്സ് ആണ്. ഓക്കെ, ദ ആന്റിജൻ activate sensitized T lymphocyte secretion of ലിംബോകൈൻസ് നടക്കും. LIMPHOKINES ലിംബോകൈൻസ് വിത്ത് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു pH കൂടും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഡിലേഡിൽ എന്താണ് ടി ലിംബോസൈറ്റ്സ് ആണ് മീഡിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ് ഈ ഒരു ആന്റിജൻ എന്താ ടി ലിംബോസൈറ്റ്സിനെ നല്ലപോലെ സെൻസിറ്റൈസ് ചെയ്തിട്ട് അതിലേക്ക് ലിംബോകൈൻസ് സെക്രേറ്റ് ചെയ്യും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അനഫലാറ്റിക് പഠിച്ചു, സൈറ്റോടോക്സിക് പഠിച്ചു, പിന്നെ എന്താണ് ഇമ്മ്യൂൺ കോംപ്ലക്സ് പഠിച്ചു, ഡിലേഡ് ജസ്റ്റ് നോക്കി. ഇനിയാണ് സ്റ്റിമുലേറ്ററി ടൈപ്പ് എന്ന് പറയുന്നത്. മോഡിഫിക്കേഷൻ ഓഫ് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. അതായത് ടൈപ്പ് 2 ഏതാണ്? സൈറ്റോടോക്സിക് ആണ്. ആ സൈറ്റോടോക്സിക്കിന്റെ ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് വേർഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വേർഷൻ എന്നൊക്കെ പറയാം. ആന്റിബോഡീസ് interact with antigens on cell surface. അതായത് ഇവിടെ സെൽ സർഫസിൽ ആന്റിജനും ആന്റിബോഡി ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ എന്താണ് അവിടെ പ്രോലിഫറേഷൻ ഡിഫറൻസിയേഷൻ ഇൻസ്റ്റെഡ് ഓഫ് കില്ലിംഗ്. അവിടെ എന്താണ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ പ്രോലിഫറേഷൻ ആണ് അവിടെ നടക്കുന്നത്. സ്റ്റിമുലേറ്റ് ചെയ്യും ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ എൻഹാൻസ് ആക്ടിവിറ്റി ഓഫ് അഫക്റ്റഡ് സെൽസ്. അപ്പോൾ ഇവിടെ സ്റ്റിമുലേറ്ററി ടൈപ്പിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. ഇവിടെ എന്താണ് പ്രോലിഫറേഷനും ഡിഫറൻസിയേഷനും ആണ്, ഡാമേജ് ഉണ്ടാവുന്നില്ല. ഓക്കെ, അതാണ് സ്റ്റിമുലേറ്ററി ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 5 ടൈപ്പ് പഠിച്ചു. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്താണ്? ഒരു കണ്ടീഷൻ ആണല്ലേ, അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു. അനഫ്ലാറ്റിക്കിൽ നമ്മൾ എന്താണ് ആന്റിബോഡിയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ സൈറ്റോടോക്സിക്കിൽ ആന്റിജൻ ആണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളതാണ് ഇമ്മ്യൂൺ മീഡിയേറ്റഡ്. അവിടെ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിലേഡിൽ ടി ലിംബോസൈറ്റ്സ് ആക്ട് ചെയ്യും. അങ്ങനെ എന്താണ് ലിംബോകൈൻസ് റിലീസ് ചെയ്ത ഹൈപ്പർ സെൻസിറ്റിവിറ്റി. പിന്നെ സ്റ്റിമുലേറ്റഡ് ടൈപ്പ് ഒരു പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ആണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോന്നും അനഫ്ലാറ്റിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, സൈറ്റോടോക്സിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, പിന്നെ എന്താണ് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, പിന്നെ എന്താണ് ഡിലേഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, സ്റ്റിമുലേറ്ററി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് അനഫ്ലാറ്റിക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തുടങ്ങി വെക്കാം. അനഫ്ലാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഇത് IgE ആണ് മീഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അന എന്ന് പറയുന്നത് വിത്തൗട്ട്, ഫെലാക്സിസ് എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത് തന്നത് ആരാണ്? റിച്ചറ്റ് ആണ്. RICHET റിച്ചറ്റ് ആണ്. അപ്പോൾ അലർജി എന്ന് പറയുന്ന ഒരു വേർഡ് കോയിൻ ചെയ്ത ആരാണ്? വോൺ പെർക്കറ്റ് ആണ്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? റിച്ചറ്റ് ആണ്. ഒബ്സർവ്ഡ് ദാറ്റ് ഡോഗ്സ് വിച്ച് ഹാഡ് സർവൈവ്ഡ് എ സബ്ലെതൽ ക്ലോസ് ഓഫ് ടോക്സിക് extract of sea anemones were highly susceptible to minute doses of same extract given days or weeks later instead of becoming immune
ഇമ്മ്യൂൺ ലോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അനഫിലാക്സിസ് ഒബ്സർവ് ചെയ്യുന്നത് ഒരു ഡോഗ്സിലാണ്. അവരെന്താണ് ഒരു ടോക്സിക് എക്സ്ട്രാക്ട്, അതായത് സീ അനിമോണിന്റെ ടോക്സിക് എക്സ്ട്രാക്ട് ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് അവർ അതുമായിട്ട് ഈ ഒരു സീ അനിമോണിന്റെ ടോക്സിസിറ്റി അവർ അഫക്റ്റ് ചെയ്തേക്കുവാണ്. പക്ഷെ അത് കുറേ നാളുകൾക്ക് ശേഷം സെയിം ആയിട്ടുള്ള ഈ ഒരു സീ അനിമോണിന്റെ ആ ഒരു എക്സ്ട്രാക്ട് നമ്മൾ എന്താണ് കുറച്ച് നാളുകൾക്ക് ശേഷം എന്താണ് അത് ഹൈലി സസെപ്റ്റബിൾ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട, ഇത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, ജസ്റ്റ് ഇതൊരു ഹിസ്റ്റോറിക്കലി റിച്ചിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ എന്താണ് 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും മതി ഇന്ന്, കാരണം ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അനഫിലാക്സിസ് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്, കാരണം ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുപോലെ നമ്മൾ നല്ലപോലെ പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു 10 മാർക്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അനഫിലാക്സിസ് ജസ്റ്റ് നോക്കി IgE മീഡിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ IgE വഴിയാണ് നമുക്ക് അവിടെ ഒരു അനഫിലാറ്റിക് റിയാക്ഷൻ നടക്കുന്നത്. അന എന്ന് പറയുന്ന വിത്തൗട്ട് ആണ്, ഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ. അപ്പൊ ഇത് റിച്ചിട്ട് ആണ് ചെയ്യുന്നത്. അപ്പം അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ്സിൽ എന്താണ് വിച്ച് ഹാഡ് സർവൈവ്ഡ് എ സബ്ലെതൽ ഡോസ് ഓഫ് ടോക്സിക് എക്സ്ട്രാക്ട്. അപ്പം എന്താണ് നമ്മളൊരു സീ അനിമോണിന്റെ ഒരു ടോക്സിസിറ്റി വഴി അതെന്താണ് അഫക്റ്റ് ആയിക്കുമായിരുന്നു. അങ്ങനെ അഫക്റ്റ് ആയ സമയത്ത് എന്താണ് അത് രക്ഷപ്പെട്ടു. ഓക്കെ, അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ്, അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഹൈലി സസെപ്റ്റബിൾ ആയി. ഓക്കെ, അതെന്താണ് ഹൈലി സസെപ്റ്റബിൾ ആയി. സസെപ്റ്റബിൾ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് റെസിസ്റ്റന്റോ അല്ലെങ്കിൽ അത് തന്നെ അത് മാറാനായിട്ട് തുടങ്ങി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചിന്തിച്ച് ഇതാവേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ഉള്ളതാണ് പിന്നെ ഉള്ളതാണ് 2 ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് 1 എന്ന് പറയുന്നതാണ് അക്യൂട്ട് പൊട്ടൻഷ്യലി ഫാറ്റൽ ഫോം കോൾഡ് അനഫിലാക്സിസ്, പിന്നെ റിക്കറന്റ് നോൺ ഫാറ്റൽ ലോക്കലൈസ്ഡ് അറ്റോപ്പി. അപ്പൊ 2 ടൈപ്പ് ഉണ്ട്. ഫാറ്റൽ എന്ന് പറയുന്നത് ഭയങ്കര അപകടകാരിയായിട്ടുള്ളത്, അതാണ് അക്യൂട്ട് പൊട്ടൻഷ്യലി ഫാറ്റൽ സിസ്റ്റമിക് ഫോം. പിന്നെ റീകറന്റ് നോൺ ഫാറ്റൽ, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണപ്പെടുന്നതാണ്, അതിന് നമ്മൾ അറ്റോപ്പി എന്ന് പറയും. മറ്റേതെന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ആവും, അതാണ് ഈ ഒരു അനഫിലാക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് അതിന്റെ മെക്കാനിസം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ.